ബോളിവുഡിലെ സെലിബ്രിറ്റി ദമ്പതികളായിരുന്ന രവി മോഹനന്റെയും ആരതിയുടെയും വിവാഹമോചന നടപടികൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ചെന്നൈ കുടുംബക്ഷേമ കോടതിയിൽ രവി മോഹൻ വിവാഹമോചന ഹർജി സമർപ്പിച്ചത്. ആദ്യം തങ്ങളുടെ ദാമ്പത്യ തകർച്ച സംബന്ധിച്ച് മൗനം പാലിച്ച ദമ്പതികൾ പിന്നാലെ പരസ്പരം പഴിചാരി രംഗത്തെത്തി. ഇരുവരുടെയും വിവാഹമോചന വാർത്തകൾക്കിടെ ഗായിക കെനീഷ ഫ്രാൻസിസ് കൂടി രംഗപ്രവേശനം ചെയ്തതോടെ ചർച്ചകൾ ചൂടുപിടിക്കുകയായിരുന്നു. 15 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കുന്നതായുള്ള രവി മോഹന്റെ പ്രസ്താവന വന്നതോടെ ആരാധകരും അടങ്ങിയിരുന്നില്ല. വിവാഹമോചനം സംബന്ധിച്ച് നിരവധി ഊഹാപോഹങ്ങളാണ് കോളിവുഡിൽ പ്രചരിച്ചത്. മധ്യസ്ഥ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ നാടകീയമായ നീക്കങ്ങളാണ് ദമ്പതികൾ ഓരോ ദിവസവും നടത്തുന്നത്. രവി മോഹൻ കെനിഷയുമായി പ്രണയത്തിലാണെന്ന് അഭ്യൂഹങ്ങൾ പരന്നതോടെ ആരാധകർ നടനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ആരതിയും വീട്ടുകാരും തന്നെ സാമ്പത്തികമായും വൈകാരികമായും ചൂഷണം ചെയ്തെന്നും നിവൃത്തിയില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുകയായിരുന്നുവെന്നുമാണ് രവി മോഹൻ ആരോപിക്കുന്നത്. എന്നാൽ മൂന്നാമതൊരാളുടെ സാന്നിധ്യമാണ് തങ്ങളുടെ വിവാഹ ജീവിതം തകർത്തതെന്നും രവി മോഹൻ മക്കളെ പോലും തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്നും ആരതി തിരിച്ചടിച്ചു. ഭർത്താവിൽ നിന്ന് ആരതി പ്രതിമാസം 40 ലക്ഷം ജീവനാംശം ആവശ്യപ്പെട്ടതും പ്രശ്നം രൂക്ഷമാക്കി. കെനീഷ തന്റെ ജീവിതത്തിലെ വെളിച്ചമാണെന്ന് രവി മോഹൻ തുറന്നു പറഞ്ഞതോടെ ദമ്പതികൾ അടുക്കാനാകാത്ത വിധം അകന്നിരിക്കുന്നു. രവി മോഹന്റെ ജീവിതത്തിലെ വെളിച്ചം തന്റെ ജീവിതത്തെ ഇരുട്ടിലാക്കിയെന്നാണ് ആരതി പ്രതികരിച്ചത്. സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു ഇരുവരുടെയും വിഴുപ്പലക്കൽ. രവി മോഹന്റെ കുടുംബം തകർത്തവൾ എന്ന് ആരോപിച്ച് കെനീഷയ്ക്കെതിരെ സൈബർ ആക്രമണവും രൂക്ഷമായി. വധഭീഷണികളും ബലാത്സംഗ ഭീഷണികളും അപകീർത്തികരമായ വാർത്തകളും വന്നതോടെ കെനീഷയും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടെ ഭാര്യ ആരതിക്കും അമ്മായിയമ്മ സുജാത വിജയകുമാറിനുമെതിരെ രവി മോഹൻ മാനനഷ്ട കേസും ഫയൽ ചെയ്തു. ഇവർ രണ്ടുപേരും സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടെന്നും ഇത് തൊഴിൽപരമായ തന്റെ പ്രതിച്ഛായയെ വലിയ തോതിൽ ബാധിച്ചതായും രവി മോഹൻ ആരോപിക്കുന്നുണ്ട്. മദ്രാസ് ഹൈക്കോടതിയിലാണ് ആരതിക്കും സുജാതയ്ക്കുമെതിരെ കേസ് ഫയൽ ചെയ്തതെന്ന് നടൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. നഷ്ടപരിഹാരം മാത്രമല്ല, ഇരുവരും തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അപകീർത്തികരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നും രവി മോഹൻ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. എക്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ്, ടെലിഗ്രാം അടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ തന്റെ പേര് പരാമർശിക്കുന്ന എല്ലാ പോസ്റ്റുകളും നീക്കം ചെയ്യണമെന്നാണ് രവിയുടെ ആവശ്യം. ഭാവിയിലും തെറ്റായ പ്രചാരണങ്ങൾ തടയുക എന്നതാണ് കേസിന്റെ ലക്ഷ്യമെന്നാണ് ഹർജിയിൽ പറയുന്നത്. രവിയുടെയും ആരതിയുടെയും കുടുംബ പ്രശ്നങ്ങൾ പൊതുമധ്യത്തിലേക്കും വലിച്ചിഴച്ചതോടെ ഇത് എങ്ങനെ അവസാനിക്കുമെന്ന ആകാംക്ഷയിലാണ് തമിഴ് സിനിമാ ലോകം. 2 മക്കളുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും ഒരുമിച്ചുകൂടെ എന്നാണ് ആരാധകർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.